ചെറുകുന്ന് പഞ്ചായത്ത് ഹോമിയോ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. ചുറ്റുമതിലും കിണറും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ ചുവരിന് വിള്ളൽ വീണിട്ടുണ്ട്. എം വിജിൻ MLA കെട്ടിടം സന്ദർശിച്ചു. ചെറുകുന്ന് കോവപ്പുറത്ത് കുന്നിന്മതിലകം ശിവക്ഷേത്രത്തിന് താഴെയായാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇതേ കെട്ടിടത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്ററും പ്രവർത്തിക്കുന്നത്. ദിവസേന നിരവധി രോഗികൾ എത്തുന്ന ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിലാണുള്ളത്. നേരത്തെ ചുവരിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ശക്തമായ മഴ പെയ്തതോടെ കിണറും ചുറ്റുമതിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. 10ഓളം ജീവനക്കാരാണ് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത്. കുന്നിനോട് ചേർന്നാണ് കെട്ടിടമുള്ളത്. കഴിഞ്ഞ വർഷം മഴയിൽ മുകളിൽ നിന്നും വലിയ പാറക്കഷ്ണം കെട്ടിടത്തിന് പിറകുവശത്തേക്ക് വീണിരുന്നു. കുത്തിവെപ്പിനും മറ്റുമായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്താറുണ്ട്. നിലവിൽ ഏറെ ഭീതിയോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് ഡോക്ടർ ഷൈനി പ്രഭാകരൻ പറഞ്ഞു. കുറച്ച് മാസങ്ങളായിട്ട് കെട്ടിടത്തിന്റെ കൺസൾട്ടിംഗ് റൂമിൽ വിള്ളൽ കാണുന്നുണ്ട്. പിന്നെ അതിനോടുള്ള ചേർന്ന് ചുറ്റുമതിലും മതില് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൂടാണ്ട് കിണറുണ്ട് നമുക്കിവിടെ. ആ കിണറും ഇടിഞ്ഞ ഒരു നിലയിലാണ് കാണുന്നത്. പിന്നെ ടോയ്ലറ്റിന്റെ അവസ്ഥയും മഴക്കാലമായാൽ കുറച്ച് ശോചനീയമാണ്. ഇപ്പം മഴ കുറച്ച് കനത്തോടെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയും പിന്നെ അത് ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു. എം വിജിൻ MLAയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് കെട്ടിടം സന്ദർശിച്ചു. ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ആശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ മഴക്കുണ്ടായിട്ടുള്ള അപകടം, വലിയ കല്ല് വീഴുന്ന ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ, അത് ഡിസ്പെൻസറിയുടെ പിറകുവശത്തുകൂടി പ്രയാസകരമായ നിലയിൽ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇവിടുത്തെ ഡിസ്പെൻസറിയുടെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലുള്ള വിള്ളൽ കാണുകയാണ്. മതിലുകളും തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഡിസ്പെൻസറി ഉൾപ്പെടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട് ഇവിടെ. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആലോചന പഞ്ചായത്ത് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. താൽക്കാലികമായെങ്കിലും മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഷിഫ്റ്റിംഗ് വേണ്ടിവരും എന്നുള്ള ആലോചന കൂടി നടത്തുകയാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ തുടർ നടപടികൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് എന്താണ് നിർവഹിക്കാൻ പറ്റുക എന്നുള്ളത് ഗൗരവമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, K മോഹനൻ, PL ബേബി, KV അജേഷ്, T നിർമ്മല തുടങ്ങിയവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.